നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഒരു അപ്രന്റീസ്ഷിപ്പ് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. ഇന്ത്യൻ ഗവൺമെന്റ് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലെ ഗ്രാജുവേറ്റ് അപ്രന്റീസ്മാരുടെയും അതുപോലെ ഡിപ്ലോമ കഴിഞ്ഞവർക്കുള്ള ടെക്നീഷ്യൻ അപ്രന്റീസ്മാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ വീഡിയോ മുഴുവനായിട്ട് കാണുക. എലിജിബിൾ ഉള്ള കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കരുത്. വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇത് ഒരു വർഷത്തേക്കുള്ള അപ്രന്റീസ്ഷിപ്പ് അവസരമാണ് ലഭിക്കുക. അതിലേക്കുള്ള സ്ഥാപനം പറഞ്ഞിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലായിരിക്കും ഈ ഒഴിവുകൾ. ഒരു നവരത്ന പൊതുമേഖലാ സ്ഥാപനമാണ് റെയിൽടെൽ കോർപ്പറേഷൻ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് ഗ്രാജുവേറ്റ് അപ്രന്റീസ്, അതായത് എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവർക്കും ബിടെക് ബിരുദമുള്ളവർക്കും എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. വിവിധ വിഷയങ്ങൾ പറഞ്ഞിട്ടുള്ള ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ വിഷയങ്ങളാണ് മെയിനായിട്ട് ഉള്ളത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് വിവിധ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ വിവിധ ലൊക്കേഷനിലായിട്ടായിരിക്കും വേക്കേഷൻ. അതായത് കോർപ്പറേറ്റ് ഓഫീസ് ന്യൂഡൽഹിയിലുണ്ട്, പിന്നെ നോർത്തേൺ റീജിയൻ ഉണ്ട്, ഈസ്റ്റേൺ റീജിയൻ ഉണ്ട്, സതേൺ റീജിയൻ നമ്മുടെ കേരളം ഉൾപ്പെടുന്ന സെക്കൻഡറാബാദ്, ബാംഗ്ലൂർ, ചെന്നൈ, എറണാകുളം, വിജയവാഡ, അതായത് കേരളത്തിലും ഒഴിവുകളുണ്ട്. എറണാകുളത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്രന്റീസ്ഷിപ്പിനുള്ള അവസരം ലഭിക്കും. അതോടൊപ്പം വെസ്റ്റേൺ റീജിയനുണ്ട്. അങ്ങനെ പല റീജിയനിലായിട്ട് ആകെ ഗ്രാജുവേറ്റ് എഞ്ചിനീയേഴ്സിന്റെ ബിടെക് കഴിഞ്ഞവർക്ക് 32 ഒഴിവുകളാണുള്ളത്. എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്ക് 8 ഒഴിവുകളാണുള്ളത്. ഇതിലേക്ക് ഒരു വർഷത്തേക്കായിരിക്കും പരിശീലനം ലഭിക്കുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റൈപ്പൻഡ് ആയിട്ട് ഗ്രാജുവേറ്റ് എഞ്ചിനീയേഴ്സ് ബിടെക് കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് 14,000 രൂപയും പ്രതിമാസം സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കും. ഡിപ്ലോമ കഴിഞ്ഞവർക്ക് 12,000 രൂപയായിരിക്കും സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കുക. അതിലേക്ക് 9,500 രൂപ സെൻട്രൽ ഗവൺമെന്റ് ഷെയർ ആയിട്ടും ബാക്കി DT ഷെയർ ആയിട്ട് 4,500 രൂപയും ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിൽ റെയിൽ ടെൽ കോർപ്പറേഷന്റെ വകയായിട്ടായിരിക്കും 9,500 രൂപ ശ്രദ്ധിക്കുക. ഇതിലേക്ക് അപേക്ഷിക്കേണ്ടവരെ ഇപ്പോൾ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എലിജിബിൾ അല്ല. ക്വാളിഫൈ ചെയ്തവർക്ക് മാത്രമാണ് അതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. 60% മാർക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. പറഞ്ഞ വിഷയങ്ങളിലൊക്കെ, അതായത് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ ബിടെക് ബിരുദമുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക. നേരത്തെ ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്ത് എലിജിബിൾ അല്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞ ശേഷം 3 വർഷം കഴിഞ്ഞവരാണെങ്കിൽ അവർ എലിജിബിൾ അല്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഏജ് ഗ്രൂപ്പ് പറഞ്ഞിട്ടുള്ള 18 മുതൽ 27 വയസ്സിലുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. എന്നാൽ SC/STക്കാർക്കും OBCക്കാർക്കും നിയമാനുസൃതമായിട്ടുള്ള ഇളവ് ഉയർന്ന പ്രായപരിധിയിൽ ലഭിക്കും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നേരത്തെ അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞവരെ അപ്രന്റീസ്ഷിപ്പ് ടെർമിനേറ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്തവരൊന്നും ഇതിലേക്ക് അപേക്ഷിക്കാൻ എലിജിബിൾ എന്ന് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി 2026 ഓഗസ്റ്റ് 27 ആണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്രന്റീസ്ഷിപ്പ് ആക്ട് 1961 1992 ഒക്കെ അനുസരിച്ചായിരിക്കും ഇതിലേക്കുള്ള സെലക്ഷൻ എന്ന കാര്യം ഓർമ്മിക്കുക. ഒരു വർഷത്തേക്കായിരിക്കും ഈ അപ്രന്റീസ്ഷിപ്പ് അവസരം ലഭിക്കുക. അതിന് എലിജിബിൾ ആയിട്ടുള്ളവരെ നമ്മൾ ആദ്യം https://nats.education.gov.in എന്നുള്ള അപ്രന്റീസ്ഷിപ്പ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. എങ്കിൽ അതുവഴി വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ മനസ്സിലാക്കുക. അതുപോലെ നിങ്ങളുടെ CGPA മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി അപ്ലോഡ് ചെയ്യണം. അതിൽ CGPA ആണെങ്കിൽ എങ്ങനെയാണ് പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസോടെ നമ്മൾ സബ്മിറ്റ് ചെയ്യണമെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകം ഓർമ്മിക്കണം, https://nats.education.gov.in ഈ സൈറ്റിൽ വഴി വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ അതില് ക്വാളിഫൈ എക്സാമിനേഷന്റെ ബിടെക് ആണെങ്കിൽ ഡിപ്ലോമയുടെ മാർക്ക് അനുസരിച്ചായിരിക്കും സ്ക്രീൻ ചെയ്യുന്നതിന് ശേഷം സ്ക്രീൻ ചെയ്തവർക്ക് മാത്രമായിരിക്കും ഇന്റർവ്യൂവിന് അവസരം ലഭിക്കുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു, സ്റ്റൈപ്പൻഡിനെ കുറിച്ച് പറഞ്ഞു. ഗ്രാജുവേറ്റ് അപ്രന്റീസിന് 14,000 രൂപയും ഡിപ്ലോമ അപ്രന്റീസിന് 12,000 രൂപയായിരിക്കും പ്രതിമാസം ലഭിക്കുക. അതിൽ റെയിൽടെൽ കോർപ്പറേഷന്റെ ഷെയർ 9,500 രൂപ ഗ്രാജുവേറ്റ്സിനും ഡിപ്ലോമാക്കാർക്ക് 8,000 രൂപയായിരിക്കും. ബാക്കി 4,500 രൂപ DB ഡയറക്ട് ട്രാൻസ്ഫർ വഴി കേന്ദ്ര ഗവൺമെന്റ് ഷെയർ ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ പ്രതിമാസം 14,000 അല്ലെങ്കിൽ 12,000 ആയിരിക്കും ലഭിക്കുക എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഒരു വർഷത്തേക്കായിരിക്കും അപ്രന്റീസ്ഷിപ്പ് അവസരം ലഭിക്കുക. അത് നമ്മൾ വിജയകരമായിട്ട് പൂർത്തിയാക്കുന്ന സർട്ടിഫിക്കറ്റ് ലഭിക്കും. അതേപോലെ മറ്റ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കില്ല. സ്ഥിര നിയമനത്തിനുള്ള അർഹതയൊന്നുമില്ല. പക്ഷേ പിന്നീട് വരുന്ന വേക്കൻസികളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായും ഇത് നമുക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഇനി എങ്ങനെ അപ്ലൈ എന്ന് ഒരിക്കൽ കൂടി പറയുന്നു, https://nats.education.gov.in ഈ സൈറ്റ് വഴി നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഡീറ്റെയിൽസ് ഒക്കെ നോക്കി മനസ്സിലാക്കാനായിട്ടും പറ്റും. ഒരു ഡിക്ലറേഷൻ ഉണ്ട്. ആ ഡിക്ലറേഷൻ കൊണ്ട് നമ്മൾ സൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇത്ര നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ട് നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ്
സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.